എനിക്കറിയില്ല എത്ര മലയാളികൾക്ക് കേജ്രിവാളിനെ വലിയ ബഹുമാനത്തോട് കാണുന്നവർക്ക് അയാൾ എത്രമാത്രം ഉഡായിപ്പാണെന്ന് എത്ര പേർക്കറിയാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇയാളെ നമ്മൾ അടുത്തറിയുമ്പോൾ മാത്രമേ പറയുവാൻ സാധിക്കൂ ഇയാളൊരു ഭൂലോക ഉഡായിപ്പാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിൽ ഫോറിൻ ഡെലിഗേറ്റ്സിന് അവിടെ ഡിന്നർ കൊടുക്കാറുണ്ട്. അതൊരു ഗവൺമെൻറ് റൂട്ടീൻ എക്സസൈസാണ്. അവിടെ ആ സംഭവത്തിൽ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും സീനിയർ ക്യാബിനറ്റ് കൊളീഗ്സും സീനിയർ ബ്യൂറോക്രാറ്റ്സും ഒക്കെ വരും. പ്രതിപക്ഷ പാർട്ടികളിലെ സീനിയർ നേതാക്കളും വരും. ചില സന്ദർഭങ്ങളിൽ ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സീനിയർ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഇൻവിറ്റേഷൻ കിട്ടും. അപ്പോൾ ആ നിലയിൽ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അധികവും ഞാൻ പോകാറില്ല. കാരണം ഒരു പാർട്ടി ആനിമലല്ല ഞാൻ. അതുകൊണ്ട് ഞാനിത് പോകാറില്ല. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ നല്ല ഡിസ്കഷൻസും പരിപാടിയും ചില കോണ്ടാക്ട്സും കണക്ഷനും ഒക്കെ കിട്ടും. അതുകൊണ്ട് ചിലപ്പോൾ സന്ദർഭം ഉണ്ടെങ്കിൽ ഞാൻ പോകും. അപ്പം ഞാനീ പോയ ദിവസം തന്നെയാണ് ആ ഒരു മീറ്റിങ്ങിൽ തന്നെയാണ്, അതായത് ഡിന്നർ മീറ്റിങ്ങിൽ തന്നെയാണ് കേജ്രിവാൾ പങ്കെടുക്കുന്നത്. അവിടുത്തെ ഡൽഹി ഇരിക്കുന്നത് അതിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അവിടുത്തെ മുഖ്യമന്ത്രി അതിൻ്റെ ആ ഡിന്നറിനെ ഇൻവൈറ്റ് ചെയ്യും. അന്ന് കേജ്രിവാൾ വന്ന ഒരു സ്റ്റൈല്, ഒരു ഏറ്റവും മോശമായ ഒരു ട്രൗസർ, അതേപോലെ ഒരു ഷർട്ട്, ഒരു മര്യാദയ്ക്ക് ഒരു ലേബർ ക്ലാസ് പോലും ഇടാൻ ധൈര്യപ്പെടാത്ത ഒരു സെറ്റർ, ഒരു മഫ്ലർ നിങ്ങൾക്കറിയാം എന്തായി സംഭവം, തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി. അതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത്, ആ ഡിന്നർ മീറ്റിങ്ങിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ കാർഡിനകത്ത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡ്രസ് കോഡ്. ഇപ്പം ഡ്രസ് കോഡിനകത്ത് ഒരു ഫോർമൽ ഡ്രസ്സായിരിക്കണം വിത്ത് ഷൂ. കാരണം ഷൂ ഇട്ട് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് ഈ തണുപ്പ് സമയമാണ്. ഡൽഹിയിലെ തണുപ്പിനെ പറ്റി എത്ര മലയാളികൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് ഈ ജാനുവരിയിലോ ഡിസംബറിലും കണ്ട സംഭവം ഉണ്ടായതാണ് മീറ്റിങ്, ആ ഡിന്നർ എന്ന് പറയുന്ന സംഭവം. ആ സമയത്ത് അവിടെ ഷൂ ഇടുക എന്നുള്ളത്, എല്ലാ ആൾക്കാരും ഷൂ ഇടും. കാരണം കാലിൽ കൂടെയാണ് ഈ തണുപ്പ് എരച്ച് കയറുന്നത്. അത് പ്രിക്ക് ചെയ്യുന്ന പോലാണ് കയറി വരുന്നത്. ഈ സന്ദർഭത്തിൽ കേജ്രിവാൾ കാണിച്ച തമാശയാണ്. അതായത് നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഇടാൻ പോകുമ്പോൾ സാൻഡിലില്ലയോ, അത് വിട്ട് അതിൻ്റെ മുകളിലൊരു സോക്സ് വിട്ട് അയാൾ വന്ന് നോക്കുക. ഏറ്റവും മോശമായ ഡ്രസ്സിങ്. ആ സമയത്ത് നജീബ് ജംഗും ഗുലാം നബി ആസാദും കേജ്രിവാളിനോട് പറയുവാണ്, ആ സംസ്ഥാനം നജീബ് ജംഗാണ് അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രമാത്രം ഒരു തരികിട കക്ഷി. അതേപോലെ മഫ്ലർ മാൻ എന്നുള്ള വിളി കിട്ടാൻ തുടങ്ങി. കാരണം സാധാരണക്കാരൻ ഇപ്പം ഇയാളെന്തോ പറയുന്നത്, സാധാരണക്കാരൻ എപ്പോഴും ഈ തണുപ്പ് സമയത്ത് മഫ്ലർ ഇട്ടാണ് നടക്കുന്നത്. ഈ മഫ്ലർ ഇടുന്നതിൻ്റെ അകത്ത് ഈ മഫ്ലർ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇടുന്നതിൻ്റെ അകത്ത് ഒരു രീതിയുണ്ട്. ഇതൊന്നുമല്ല. ഇപ്പം ഡൽഹി ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ, ഇയാൾ സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ലെതർ ഷൂ ആണെങ്കിലും മറ്റുള്ള ഷൂവിനും ഏറ്റവും കൂടുതൽ വില കുറവുള്ള ഒരു സ്റ്റേറ്റാണ് ഡൽഹി. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ യൂസേജ് ഉള്ളത്. അതിന് സ്പെസിഫിക് ടാക്സിൻ്റെ ഡിഡക്ഷനും ഉണ്ട്. കാരണം തണുപ്പ് സമയത്ത് ഇത് ആവശ്യവും. അതായത് ഒരുവപ്പെട്ട എല്ലാ ഡൽഹിക്കാരും ആ സമയത്ത് ഷൂ ഇടും. അതതിൻ്റെ കാര്യം. ഈ സമ്മറിൽ അവിടെ ഉള്ള ആൾക്കാർ, ചില ആൾക്കാർ ഷൂ മാറ്റിയിട്ട്, ഒഫീഷ്യൽസ് അല്ലെങ്കിൽ അവർ ഓഫീസിലെ ഒഫീഷ്യൽസ് എല്ലാം ഷൂ ആയിടുന്നത്, അവർ സാൻഡിലിടും. അത് പൊതുവേ ഉള്ള സമയം. ഞാനും ഈ സമ്മറിൽ ചില സന്ദർഭങ്ങളിലൊക്കെ സാൻഡിൽ ഇടാറുണ്ട്. പക്ഷെ കാലിൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് എപ്പോഴും ഷൂ ആയിടുന്നത്. കാരണം എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഷൂ ആണെങ്കിൽ വളരെ സേഫാണ്. പക്ഷേ ഇയാൾ കാണിക്കുന്ന അവിടെ ഇതേപോലെ തന്നെ നിയമസഭാ മന്ദിരത്തിൽ ഇയാൾ ചെരുപ്പിട്ടാവുമല്ലോ. അതായത് ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹി സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററാണ്. ഈ ഷൂവിന് അവിടെ കൂടിപ്പോയാൽ അവിടെ 100 രൂപ മുതൽ 5 ലക്ഷം രൂപയുടെ ഷൂ ഇടുന്ന സ്ഥലമാണ്. ഡൽഹി തന്നെ ഇഷ്ടംപോലെ ഷൂ മാനുഫാക്ചേഴ്സ് ഉണ്ട്. നോയിഡയിലും ഡൽഹിയിലും ഗുഡ്ഗാവിലും അപ്പുറത്ത് ആഗ്രയിലാണെങ്കിൽ ഈ പറയുന്ന ഷൂവിൻ്റെ ഒരു വലിയ ഹബ്ബ് തന്നെയാണ്, മാനുഫാക്ചറിങ് ഹബ്ബാണ്. ഈ കാൺപൂർ ഷൂവിന് ഏറ്റവും വില, കാരണം ഇയാൾ കാൺപൂർ കാരണം ഷൂവിന് ഏറ്റവും വില കുറവുള്ള സ്ഥലം.
അതോ പറയുന്നേ, ഞാൻ ഇയാളെ പറ്റി നിങ്ങളോട് പലരും പറയും, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എത്ര തരികിടയാണ്. പിന്നെന്താ ഇയാൾ ചെയ്തത്? സാധാരണക്കാരൻ. പിന്നെ ഇയാൾ സംഭവം ചെയ്തത് എന്താ? അയാളുടെ പേരൻസിന് താമസിക്കാൻ അവിടെ ഒരു MLA കൊടുത്തിരിക്കുന്ന, അലോട്ട് ചെയ്തിരിക്കുന്ന ആ സ്ഥലം എടുത്തിട്ട് ഏകദേശം 39 കോടി രൂപ ഗവൺമെന്റ് ഫണ്ടിങ്, അതായത് അതിനെപ്പറ്റി CNG അന്വേഷണം നടത്തുക. ശീഷ് മഹൽ കണ്ണാടി കൊട്ടാരം പണിതു 35 കോടി. ഞാൻ ഈ ലുറ്റിയാൻ ഡൽഹി, അതായത് ലുറ്റിയാൻ എന്ന് പറഞ്ഞ സാഹിബ് ഡിസൈൻ ചെയ്ത്. അപ്പോൾ അവിടെയുള്ള ഡൽഹി ബംഗ്ലാവ് ഉണ്ട്, മിനിസ്റ്റേഴ്സും ചില സീനിയർ MPമാരും സീനിയർ ബ്യൂറോക്രാറ്റ്സും ഡിഫൻസിൻ്റെ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നത്. എൻ്റെ 1-2 ഫ്രണ്ട്സ് MP ആയിട്ടൊരു സമയത്ത് ഞാനിവിടെയൊക്കെ താമസിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ അകത്തെ ഫെസിലിറ്റി എന്തുവാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഒരു ബംഗ്ലാവ് ആണെങ്കിൽ Type 2, Type 3, Type 4, Type 6 ടൈപ്പ് അങ്ങനെ സീനിയോറിറ്റി അനുസരിച്ച് ബംഗ്ലാവ് വലുതാകുന്നു, ആ സ്ഥലം വലുതാകുന്നു. അതിൻ്റെ സെർവൻറ്റ് ക്വാർട്ടേഴ്സ് ഉണ്ട് 7, ചില സെർവൻറ്റ് ക്വാർട്ടേഴ്സ് 7 ഉണ്ട്, ചിലതിന് 14 ഉണ്ട്. എനിക്കറിയാം സംഭവം എത്രമാത്രം സ്ഥലമുണ്ട്. ഡൽഹി സിറ്റിക്കകത്ത്, ന്യൂഡൽഹിക്കകത്ത് 3 ഏക്കറിലും 4 ഏക്കറിലുമാണ് ഒരു ബംഗ്ലാവ്. അത്രമാത്രം സ്പേഷ്യസ് ആയത്. കാരണം മരവും ഒക്കെ നടത്തി അവിടുത്തെ CPWD അത് മാനേജ് ചെയ്യുന്നത്. ഇയാൾ എന്താ ചെയ്തത്? അത് റിനോവേറ്റ് ചെയ്തത് ഏകദേശം CAGയുടെ കണക്കനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ അടുത്തിരിക്കുന്ന 39 കോടി. പക്ഷേ യഥാർത്ഥ കണക്കെന്ന് പറയുന്നത് ഏകദേശം 70 മുതൽ 80 കോടി മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ഇതങ്ങ് പണിയിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, മലയാളം ഇയാളുടെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കണം. ഇവിടെ ഇയാൾ ബേസിക്കലി CMൻ്റെ ഒരു ബംഗ്ലാവുണ്ട്, ചീഫ് മിനിസ്റ്ററിൻ്റെ. അവിടെ പേരിന് മാത്രമേ ഉള്ളൂ ആൾക്കാരെ കാണാൻ. ഇയാൾ രാത്രിയിൽ ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ള അത്രമാത്രം കള്ളനൈവൻ. എന്നിട്ട് ഈ പറയുന്ന ഈ 10, 78, 80 കോടി മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ബാങ്ക്. കാരണം മറ്റുള്ള പല പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് ഡൽഹിക്ക് അവരെ കൊണ്ടുകൂടിയാണ് ബാക്കി അത് പണിയിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ANIയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കുക. അതായത് ഏഷ്യ ന്യൂസ് സർവീസിന് അവരുടെ റിപ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്കുക. അതിനകത്ത് നിങ്ങൾ ഓരോ ഞെട്ടിപ്പോ. വീടിനകത്ത് 4 TV-യാണ്, ഹ്യൂജ് TV. ഓരോ TVയുടെയും വില 3.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ. അവ കണ്ണാടി മറ്റേ ശീഷ് മഹൽ എന്ന് അതിന് പേരിട്ടേക്കുന്നത്. എത്ര റൂംസാണെന്നറിയോ? എന്നിട്ട് ഇതെന്തിനാ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലായത്? സംഭവം ഇവിടെ ചർച്ചകൾ നടക്കുന്നു. ഇത് ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ പറഞ്ഞു. എനിക്കിതറിയാം. ഇയാൾ ചർച്ച നടത്തുന്ന കാശ്മീരി ഇന്ത്യ, അവിടെയുള്ള ഇന്ത്യ വിരുദ്ധരമായിട്ട് ചർച്ച നടത്തുന്ന പ്ലേസാണ്. ആലോചിച്ച് നോക്കുക. എത്ര നിങ്ങൾ ഈ പറയുന്ന പാട്രിയോട്സ് എന്ത് പറഞ്ഞാലും, ആബാബിയെ പറ്റി എന്ത് പറഞ്ഞാലും, ഇയാൾ ആരെയാണ് അവിടെ വരുന്നത്? കാശ്മീരിലുള്ള ഇന്ത്യ വിരുദ്ധര്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലമാണ് ഇയാൾ. അവർക്കിതൊരു ഓഫീസായിട്ട് കൊടുത്തേക്കുമായിരുന്നു ഈ സ്ഥലം. അതേപോലെ തന്നെ സിഖ് തീവ്രവാദികൾ, ആൻറ്റി ഇന്ത്യ അജണ്ടയായിട്ട് പോകുന്ന അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം CMൻ്റെ പേരൻസ് താമസിക്കുന്ന ഒഫീഷ്യലി ഒരു MLAയുടെ പേരിലുള്ളത്. ഇപ്പം ഇവരൊക്കെ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് പോലീസോ ഇൻ്റലിജൻസോ പോയി ചെക്ക് ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഓഫീഷ്യൽസ് കൃത്യമായിട്ട് പറഞ്ഞ് ഇന്ന സമയത്ത് ഇന്ന ആൾക്കാരവിടെ വരുന്നുണ്ട്, ഇന്ന സമയത്ത് ഇന്ന ആൾക്കാരവിടെ വരുന്നുണ്ട്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ നേതാക്കളുമായിട്ട് ഈ കേജ്രിവാൾ എന്ന് പറഞ്ഞ ദുഷ്ടൻ, അയാൾ സംഭാഷണം, അതായത് ചർച്ച നടക്കുന്ന സ്ഥലമായിരുന്നു ശീഷ് മഹൽ. ഇത് പല പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഞാൻ ആദ്യം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഓരോ സമയം അനുസരിച്ച് എനിക്ക് പറഞ്ഞത്. എന്നിട്ട് ഇവർ വരുന്നതിൻ്റെ ഇവരുടെ വാഹനത്തിൽ ഒരു CCTV അനുസരിച്ച് വണ്ടിയുടെ നമ്പർ ഇൻ ഡീറ്റെയിൽ ആയിട്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ ഒക്കെ ഒത്തിരി ഈ CCTV ഉണ്ടല്ലോ പല ഭാഗത്ത്. കാരണം ഇയാൾ ചീഫ് മിനിസ്റ്ററിൻ്റെ പേരൻസ്, ചീഫ് മിനിസ്റ്റർ രാത്രി ഉറങ്ങാൻ വരുന്ന സ്ഥലവും ഇതാണ് ഈ കള്ളൻ. ഇയാളുടെ കേരളത്തിലെ കുറച്ച് മണ്ടന്മാർ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ഞാൻ പ്രശാന്ത് ഭൂഷണോടും ആശിഷ് കേതനോടും യോഗേന്ദ്ര യാദവിനോടൊക്കെ ഞാനിത് പറയുമ്പോൾ അവർ പറയാം, ആദ്യം ഞാൻ പറഞ്ഞു ഇയാളെ വിശ്വസിക്കരുത്, ഇവരാൾ ശരിയല്ല, ഇയാളുടെ സ്വഭാവം, ഇയാളുടെ ഡ്യുവൽ പേഴ്സണാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഇവരാദ്യമൊക്കെ തള്ളിക്കളഞ്ഞു. ഉണ്ടായ സംഭവം ഇവരൊക്കെ ജീവനോടിരിപ്പുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇന്ന് അവരെല്ലാം അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാനത് ആദ്യമായി
കാരണം എനിക്ക് കേജ്രിവാളിന് അയാൾ ഈ NGO ആയിട്ട് നടക്കുന്ന സമയത്ത് എനിക്കറിയാം. എന്നെപ്പറ്റി മാർട്ടള്ളി എന്നും പറഞ്ഞ ഒരാൾ പഴയ BBC-യുടെ ഇന്ത്യയുടെ ചീഫായിരുന്ന മസർ മാർട്ടള്ളി, അയാൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പത്മവിഭൂഷണും പത്മഭൂഷണവും കൊടുത്തിട്ടുണ്ട്. അയാൾ എൻ്റെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, ഇന്ത്യ ഇൻ സ്ലോ മോഷൻ. അപ്പം അതിൻ്റെ ഒരു ചാപ്റ്റർ മുഴുവനും ഞാൻ. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ എഴുതുന്ന കേജ്രിവാൾ 2003 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഞാൻ ഈ മലയാളം ചാനൽ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ അറിയാവുന്നത്. ഞാൻ ഈ 2001 അവിടുത്തെ ഡൽഹിയിൽ അറിയപ്പെടുന്ന ജേർണലിസ്റ്റാണ്. അപ്പോൾ ഇവന്മാരൊക്കെ എന്നെ കാണാൻ വരും പല കാര്യത്തിനും. അത് റിപ്പോർട്ട് ചെയ്യണം, ഈ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഈ കേജ്രിവാളിനെ അറിയാം. അപ്പം അന്ന് കേജ്രിവാൾ ഒന്നുമല്ലാത്ത ഒരാളായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തട്ടിപ്പ് വിദഗ്ധനായിരുന്നു. RTI എന്ന് പറയുന്ന സംഭവത്തിൽ കൂടാണ് ഇയാൾ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ ആ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഇന്ത്യയിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അവിടുന്ന് പിന്നീട് അയാളുടെ പാർട്ടിയും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ചവിട്ടി പുറത്താക്കി. പല മലയാളികൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല കേജ്രിവാൾ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ്റെ സ്വഭാവം. വെറും വൃത്തികെട്ടവരാ. അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് പോയി അവിടെ കോടതിയിൽ പോയി ഇയാൾക്ക് മനസ്സിലായി പരാജയപ്പെടും, അവിടെ പോയി ക്ഷമ ചോദിക്കുന്നു. എത്ര പേർക്കെതിരെയാണ് ഇല്ലാത്ത വായിത്തോന്ന് മുഴുവനും പറയും. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ നാരദ സ്കാം ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് മമതാ ബാനർജി ഇത്രയും പേരുടെ സ്പൈ ക്യാമറയിൽ ഓപ്പറേഷൻ, സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നു. അത് ബംഗാളിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെപ്പറ്റി മമതാ ബാനർജി എന്തൊക്കെയാണ് പറഞ്ഞത്. പിന്നെ മമതാ ബാനർജി എല്ലാം മാറ്റി പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെപ്പറ്റി എൻ്റെ പേരെടുത്ത് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. കാരണം ഞാനാണ് ഇവരെ തുറന്ന് കാണിച്ചത്. ഈ മമതാ ബാനർജി 2001 എൻ്റെ സ്റ്റോറി തെഹൽക്ക അന്ന് രാജിവെച്ച് പോയത്. അവരെന്നെ പിന്നെ തെറി പിടിച്ചു, പിന്നെ അവരെന്നെ ന്യായീകരിച്ചു. ആ മമതാ ബാനർജി നടത്തുന്ന കപടതയും കള്ളത്തരവും അഴിമതിയും ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പം നിങ്ങൾ മനസ്സിലാക്കണം. കേജ്രിവാളിൻ്റെ പേരെന്തുവാ? ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ. കേജ്രിവാളും കൂട്ടരും, പ്രത്യേകിച്ച് കേജ്രിവാൾ മമതാ ബാനർജിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തു. എന്തിനാ കൊടുത്തത്? കാരണം മമതാ ബാനർജി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എതിർക്കുന്നു, ഇന്ത്യ ഒന്നിച്ചു നിൽക്കുന്നു. ഇന്ത്യ ഒന്നിച്ചു നിൽക്കുന്ന BJPയുടെ പ്രധാനമന്ത്രിയുടെ കൂടെ അതിനെ മമതാ ബാനർജി എതിർക്കുന്നു, കേജ്രിവാൾ എതിർക്കുന്നു, അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. എന്താണ് ഞാൻ ഈ കോൺഗ്രസുമായിട്ട് മെൻ്റലി തെറ്റാനുണ്ടായ കാര്യം നിങ്ങൾക്കറിയാം. ശരിക്കുള്ള റീസൺ ഈ രാഹുൽ ഗാന്ധിയുമായിട്ടും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളുമായിട്ടും പല നേതാക്കളുമായിട്ടും ഈ മമതാ ബാനർജി എന്ന് പറഞ്ഞ കള്ളനാടകത്തെ ഞാൻ തുറന്നു കാണിച്ചു. അപ്പോൾ മമതാ ബാനർജിക്ക് അനുകൂലമായിട്ട് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താ? ഇവിടെ കറപ്ഷനല്ല പ്രശ്നം. ഇവർക്ക് എങ്ങനെങ്കിലും ഏതെങ്കിലും എന്ത് കറപ്ഷൻ കാണിച്ചാലും ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇവിടെ വേണം. ഇവിടെ കറപ്ഷൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ പൊളിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അപ്പം എൻ്റെ ധാരണ എന്തുവാ? ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ കൂടെ നിൽക്കുന്നയാളായിരിക്കും കേജ്രിവാൾ. 2001 കേജ്രിവാൾ ഈ തെഹൽക്കയായിട്ട് ബന്ധപ്പെട്ട് തന്നെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കി, ഇതേപോലെ ഓപ്പർച്യൂണിസ്റ്റിക്ക് കള്ളത്തരങ്ങളും കപടതകളും കാണിച്ച് മാത്രം മുന്നോട്ട് പോയി അവനെ വിശ്വസിക്കുന്ന ഒരാൾക്കാർ ഇന്ത്യയിലും ഉണ്ടായി, വിദേശത്തും ഉണ്ടായി. ഇതാണ് കേജ്രിവാൾ നിങ്ങൾ പക്ക ഒരു കണ്ണുപൊട്ടനായിട്ട് കാണിച്ചേ. ശരിക്കും അത് കംപ്ലീറ്റ് ഷാഡോ ചെയ്തിട്ട് അന്ധകാരത്തിൽ കൊണ്ടുവന്ന് ഒരു വല്ലാത്തൊരു PR ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ വെച്ചു, ഫ്രീ ബീസ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അയാളെ ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏകദേശം 4000-3500 കൊണ്ട് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ ചില മീഡിയയും മറ്റുള്ളവരൊക്കെ പറയുന്നു അത് കോൺഗ്രസ് നിന്നുകൊണ്ടാണ് തോറ്റത്. നിങ്ങൾ നോക്കണം, അതിൻ്റെ 2 പ്രാവശ്യം മുമ്പ് കേജ്രിവാൾ എത്ര വോട്ടിനാണ് അവിടെ ജയിച്ചത്? 25,000-30,000 വോട്ടുകൾക്ക്. അവിടെ ഏകദേശം 3,500-4,000 വോട്ടിന് കേജ്രിവാൾ തോറ്റെങ്കിൽ അത് കോൺഗ്രസ് മാത്രമൊന്നുമല്ല, കാരണം ജനങ്ങളൊറ്റ കാരണം. അതിനകത്ത് നിങ്ങൾ പുതിയ നരേഷനായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. തോൽക്കേണ്ടവനെ തോൽപ്പിച്ച് തന്നെയാണ് ഇന്ത്യ പോയിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. കേജ്രിവാളിൻ്റെ കറപ്ഷൻ എന്ന് പറയുന്ന സംഭവം അജണ്ട പച്ചക്കള്ളവാണ്. അയാൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിനെതിരെ, ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെയാണ്
ബേസിക്കലി സമരം ചെയ്തത്. അത് അവസാന നിമിഷം ഇപ്രാവശ്യമാണ് ഡൽഹി ഇലക്ഷനിലാണ് ഇയാൾ എക്സ്പോസ് ആയത്. ഇയാൾക്ക് എന്തായിരുന്നു, പ്രധാനമന്ത്രിയാകാനായിരുന്നു ഇയാളുടെ മോഹം. ഒന്ന് മനസ്സിലാക്കുക, ഇതേപോലൊരു ദുഷ്ടൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായുള്ള സ്ഥിതി ആലോചിച്ച് നോക്കുക. എന്തുവാണ് BJPയുടെ മോദി ഇയാൾ തീർക്കുന്നതിൻ്റെ കാര്യം അറിയാം? റീസൺ ശരിക്കും ഇയാളുടെ കപടതകൾ ഓരോന്നായിട്ട് ഇയാൾ പൊളിച്ചടക്കി. ഈ മദ്യത്തിൻ്റെ സ്കാം എന്ന് പറഞ്ഞ കംപ്ലീറ്റ് റിയാലിറ്റി. കാരണം സ്കാമിനകത്ത് ജയിലിൽ കിടന്നവൻ പുറത്ത് വന്ന് ചില ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ് ഇതുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ മുഴുവൻ A to Z കാര്യങ്ങൾ പറഞ്ഞു വന്നു. അതിനകത്ത് സ്കാമിലുള്ള ഒരുത്തനാണ് അയാളെ ശീഷ് മഹാളിന് പണിയാൻ വേണ്ടി 10 കോടി രൂപ കൊടുത്തത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം വരാൻ പോവുക. ഞാൻ പറയുന്നത്, ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കണം. കേജ്രിവാളിനെ പോലൊരു പൊളിറ്റീഷ്യൻ ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. അരാജകത്വവാദിയാണ്. അരാജകത്വം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള സംഭവമാണ്. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്ന സുഡാപ്പികൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അരാജകത്തെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന, അവരെ അതിൻ്റെ റീസൺ വേറെയാണ്. പക്ഷെ ഒരു നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ചേഞ്ചസ്, ആ ചേഞ്ചസിനെ പോലും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ആ ചേഞ്ചസ് ആരാണ് കൊണ്ടുവരുന്നത്, അതിനെ എല്ലാ രീതിയിലും തകർക്കുവാൻ ശ്രമിക്കുന്ന വൃത്തികെട്ടവനായ കേജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജയിലിൽ കിടക്കുന്നതാണ് ഓരോ ഇന്ത്യക്കാരനും നല്ലത്.